ഇന്നത്തെ മെനു ഉരുളക്കിഴങ്ങ് മപ്പാസാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 3 ഉരുളക്കിഴങ്ങ് ഈ വിധത്തിൽ കട്ട് ചെയ്തത്, 2 സവാള കട്ട് ചെയ്തത്, ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരല്പം ഇഞ്ചി വട്ടത്തിലരിഞ്ഞത്, അല്പം മല്ലിയില, അല്പം കറിവേപ്പില, ഒരു 2 തക്കാളി, ചെറിയ തക്കാളി മതി കട്ട് ചെയ്തത്. പകുതി തേങ്ങയിൽ നിന്നെടുത്ത 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലും തയ്യാറാക്കി വയ്ക്കും. ഇതിന് ആവശ്യമായ മസാലക്കൂട്ടുകൾ: 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അല്പം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ്. പാൻ അടുപ്പിൽ വെച്ച് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിയതിനു ശേഷം അതിനുശേഷം പച്ചമുളക്, മല്ലിയില. സവാള ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇടുക. പിന്നാലെ പാകത്തിന് ഉപ്പിടുക. അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ടുകൾ ഒന്നൊന്നായി ഇടുക. ഇളക്കി ചേർക്കുക. മസാലക്കൂട്ടുകൾ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം തക്കാളി അരിഞ്ഞു വെച്ചത് അതിലേക്കിട്ട് ഒന്നുകൂടി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് 2 കപ്പ് ഇതിലേക്ക് സാവധാനം ഒഴിക്കുക. മൂടി കൊണ്ട് അടച്ച് മീഡിയം ഫ്ലെയിമിലാക്കി ഉരുളക്കിഴങ്ങ് വേകാനായി വെക്കുക. മൂടി തുറന്ന് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് ഇളക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരല്പം നേരം സ്റ്റൗവിലിരുന്നാൽ മതി. നമ്മുടെ ഉരുളക്കിഴങ്ങ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്.